പ്രത്യക്ഷപ്പെടരുത് എന്ന് പറഞ്ഞു. മുജാഹിദിന്റെ വേദിയിൽ പ്രത്യക്ഷപ്പെടരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, തൗഹീദ് പറയാൻ പറ്റിയ ഒരു വേദി അത് മുജാഹിദിന്റെ വേദി മാത്രമാണ് എന്ന തിരിച്ചറിവാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ മേഖലയിലേക്ക് നയിച്ചത്. വിനീതനായി ഞാന് എല്ലാ സംഘടനകളെ കുറിച്ചും പഠിച്ച വ്യക്തിയാണ്. ഒരുപാട് സംഘടനകളെ കുറിച്ച് പഠിച്ചു. ഇവിടെ ഖനനങ്ങളെ കുറിച്ച് പറയാൻ ഇവിടെ സംഘടനകളുണ്ട്. ഇവിടെ അതുപോലെ എക്സ്പ്രസ് ഹൈവേയെ കുറിച്ച് സംസാരിക്കാൻ ആളുകളുണ്ട്. ഇവിടെ എക്സ്പ്രസ് ഹൈവേയെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്. മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ തൗഹീദാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറയാൻ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ ഒരു പ്രസ്ഥാനമില്ല എന്നുള്ള തിരിച്ചറിവാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വേദി പങ്കിടുവാൻ എന്നെ പ്രചോദനമേകിയത്. നിങ്ങൾ തിരിച്ചറിയണം, വിനീതനായ എനിക്ക് ഈ വേദിയിലേക്ക് പ്രോത്സാഹനം നൽകിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക പണ്ഡിതന്മാരുമായിട്ട് സഹവസിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചുകൊണ്ട് അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു സമയം മുഴുവനും മാറ്റിവെച്ച ഒരു എളിയ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയുന്നത്, മുജാഹിദ് പ്രസ്ഥാനം എന്തെല്ലാം ഈ സമുദായത്തിന് മുന്നിലേക്ക് ഇട്ടിട്ടു പോയോ, എന്തെല്ലാം വിളിച്ചു പറഞ്ഞോ, അതെല്ലാം ഇന്ന് ഇതര സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാലം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കള് നേരത്തെ ഇവിടെ ഹനീഫ് കായ്ക്കുടി എന്ന സഹോദരൻ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒരു സമയത്ത് പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ആര്യനെഴുത്ത് പാടില്ല എന്ന് പറഞ്ഞു, സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തിരിച്ചറിയണം, ഖുർആൻ പരിഭാഷ പോലും ഹറാമാണെന്ന് പറഞ്ഞ ഫത്വ നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുന്നില് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് ഖുർആനിന് പരിഭാഷ എഴുതിയപ്പോൾ ഖുർആൻ പരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞ് പ്രസ്താവന നൽകിയ ആ സംഘടനയ്ക്കാണിപ്പോൾ ഏറ്റവും കൂടുതൽ ഖുർആൻ പരിഭാഷകൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്.